ഇവിടെ ഇപ്പോൾ വരുന്നൊരു വാർത്ത. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രതിക്ക് നേരെ വെടിയുതിർത്ത് തിരുവനന്തപുരം ആര്യങ്കോട് SHO. കാപ്പ കേസ് പ്രതിക്ക് നേരെയാണ് SHO തൻസീം അബ്ദുൽ സമദ് വെടിയുതിർത്തത്. വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നടപടി. വിവരങ്ങളുമായി ഹരിമോഹനുണ്ട്. ഹരി, ഈ പോലീസിന് നേരെ വെട്ടുകത്തി എടുത്തപ്പോഴാണോ SHO തൻസീം പ്രതിയെ വെടിവെച്ചത്? പ്രതിക്ക് പരിക്കേറ്റിട്ടുണ്ടോ ഹരി? അരുൺ, ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. ഈ കൈനി കിരൺ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതി, ഇയാളെ ജില്ലാ കളക്ടർ ഈ കാപ്പ ചുമത്തിയത് കൊണ്ട് തന്നെ നാട് കടത്തി ഈ പ്രദേശത്തേക്ക് വരരുത് എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്ത ആളാണ്. നമുക്കറിയാം കാപ്പ കേസിന്റെ ഒരു രീതി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ നാട് കടത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ആര്യങ്കോട് തന്നെയുള്ള, അല്ലെങ്കിൽ ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇയാളുടെ വീട്ടിൽ, കൈനിക്കിരന്റെ വീട്ടിൽ കൈനിക്കിരൺ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഇയാളെ പിടികൂടുന്നതിന്, അതായത് കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് SHOയുടെ പുലർച്ചെ SHO തൻസീം അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വീട് വളയുകയായിരുന്നു. അങ്ങനെ വീട് വളയുമ്പോൾ കൈനിക്കിരൺ അകത്തുമുണ്ടായിരുന്നു. തുടർന്ന് ഇയാൾ ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ടാണ് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടുന്നത്. SHOയുടെ നേരെയാണ് ഇയാൾ വെട്ടുകത്തി എടുത്തുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നിലധികം തവണ SHOയെ വെട്ടാൻ ശ്രമിക്കുകയായിരുന്നു. SHO തൻസീം അബ്ദുൾ സമദ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇയാൾ വെട്ടുകത്തി എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം തുടരുന്ന ഘട്ടത്തിലാണ് തന്റെ കയ്യിലിരുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട്, സർവീസ് റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കാൻ വേണ്ടി തൻസീം അബ്ദുൾ സമദ് തീരുമാനിക്കുന്നത്. അങ്ങനെ SHO ഇയാളെ വെടിവെക്കുന്നു. പക്ഷെ വെടി കൊണ്ടില്ല. സ്വയരക്ഷാർത്ഥം എന്നുള്ള നിലയിൽ SHO വെടിവെക്കുകയും, പക്ഷെ ആ വെടി കൊള്ളാതെ ഇയാൾ വെട്ടുകത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് പ്രതിക്ക് വെടി കൊണ്ടിട്ടില്ല, പ്രതിയെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ പിടികൂടാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രതിയാണല്ലോ. കാപ്പ കേസ് പ്രതിയാണ്. ഈ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പോലീസിനെയൊക്കെ ഈ കാപ്പ കേസ് പ്രതികളൊക്കെ ആക്രമിക്കുന്ന രീതി. സ്വയം രക്ഷാർത്ഥമാണ് SHO വെടിവെച്ചത്. പക്ഷെ വെടി കൊണ്ടിട്ടില്ല. ആ വെടിയും കൊണ്ടില്ല. മാത്രമല്ല പ്രതിയെ കിട്ടിയിട്ടുമില്ല. താങ്ക് യു ഹരി.